നേരെ പോകുമ്പോൾ ഹനുമാൻ കോവിൽ കാണും സാർ. അവിടെ നിന്ന് 3-4 കിലോമീറ്റർ കഴിഞ്ഞ ഈ സ്ഥലം 3-4 വർഷം മുമ്പ് വരെ അവിടെ പട്ടാളക്കാർ ആരും അങ്ങോട്ട് കടത്തിവിടില്ലായിരുന്നു. എന്താണെന്നറിയില്ല. അവിടെ എന്തിനാ പോകുന്നത് സാർ? വെറും പൊട്ടിമണ്ണ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ എന്ത് സാമ്രാജ്യം കണ്ടെത്താനാണോ? മേസ്ത്രി, ആ വലിയ പന കണ്ടില്ലേ? അതിന് ചുറ്റും 35 അടി കുഴിച്ചു നോക്ക്. ഇവിടെ എന്നാ തേടിയിട്ടില്ല സാർ? എനിക്കും വലിയ പിടിയില്ല. ആൻസാർ ലൈബ്രറി ഒന്ന് വൃത്തിയാക്കി വെക്കാൻ പോലും അതോട്ട് കയറിയിട്ടില്ല. അദ്ദേഹം അല്ലാതെ ആദ്യമായി നിങ്ങളെ കയറാൻ പോകുന്നത്. സൂക്ഷിക്കണേ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇന്നലെ വരാൻ പറ്റുമെന്നല്ല. കൊണ്ടുപിടിച്ച വഴിയാ. നീ കണ്ടോ? കാലത്തെ വരാം. എടാ, ജെസിബിക്കാരനോട് വരാം. വേണം. അല്ലേ, ഇതൊരു പാടത്തിൽപ്പെടുന്നേ. എടാ, അവിടെ ഇരിക്കുന്ന പണവും ചതിനൊക്കെ എടുത്തോണ്ട് വേണം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. There must be another copy of the book somewhere. നോക്ക്. You still don't believe all this could be true? It could be the work of a madman. ഇവിടെ ഇത്രയും ജേർണലിസ്റ്റിക് മെറ്റീരിയൽസ്, ഇത്രയും ഫോട്ടോസ് ഉണ്ട്. But I'm sure നിങ്ങൾ എത്ര തിരഞ്ഞാലും എന്റെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും കിട്ടില്ല. Not that I can. And you know what? നിങ്ങൾക്ക് അതിൽ വലിയ ആശങ്ക ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് 70 കോടി ജനങ്ങളുടെ നടുവിൽ ഇത്ര ശക്തമായ ഒരു സാമ്രാജ്യം, ഇത്ര ശക്തമായ ഒരു വ്യവസ്ഥ, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാം. History always wins. And somewhere hidden in those pages of history is the biggest kept secret in the history of India. El Dorado.